ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിനും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഈ സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം എനിക്ക് ദൈവം നൽകിത്തന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകാല ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ഷമ്മ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന മാതാപിതാക്കൾ, നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നത്. എനിക്ക് വലിയ പരിചയങ്ങൾ ആരെയുമില്ല, ചിലർ പരിചയമുണ്ട്, വ്യക്തിപരമായി പരിചയമുള്ള ചിലരുണ്ട്. എന്നെയും നിങ്ങൾക്ക് മുഖപരിചയം കുറവായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അത്ര ഫെമിലിയർ ഒന്നുമല്ല. എൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് കൂടുതൽ മീറ്റിങ്ങുകൾക്കൊക്കെ വരും. പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ചർച്ചിൽ നിന്ന് കടന്നു പോകും. സെൻറ്ററിൻ്റെ പ്രോഗ്രാംസൊക്കെ വരാറുണ്ടെങ്കിലും അങ്ങനെ കൂടുതൽ സമയം ഞാൻ വെയിറ്റ് ചെയ്യാറില്ല, പെട്ടെന്ന് പോകും. അതുകൊണ്ട് ആരെയും കൂടുതൽ പരിചയപ്പെടാനൊന്നും ഉള്ള സാഹചര്യം ചില സമയത്ത് ലഭിക്കാറില്ല. എങ്കിലും ഇങ്ങനെ ഒരു അവസരം തന്നു, അതോർത്ത് ഞാൻ ആത്മാർത്ഥമായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീത സഭയ്ക്കായി സ്തോത്രം. ദേവദാസന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും, വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവരെയും കർത്തനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദേവദാസൻ തൻ്റെ ശുശ്രൂഷ കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോയിരിക്കുന്നല്ലോ. ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീത ആലോചന കേൾക്കുവാൻ ഈ പകലിൽ ദൈവം നമുക്ക് അവസരം തന്നു. ദേവദാസന് കൂടി വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. കർത്താവിൻ്റെ കൽപ്പനയെ ഇഷ്ടപ്പെടുകയും അതനുസരിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാൻ എന്ന ദൈവത്തിൻ്റെ വചനം നാം വായിപ്പാനിടയായി. അത് യഥാർത്ഥമാണ്. ഞാനും എൻ്റെ ഹൃദയത്തിലും ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന ചില ആലോചനയിൽ അതുകൂടെ ഉൾപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പകലിൽ പലപ്പോഴും നമ്മുടെ ദൈവവചനം കേട്ട് സന്തോഷിച്ചൊക്കെ മടങ്ങിപ്പോകാറുണ്ട്, സമർപ്പിച്ച് മടങ്ങിപ്പോകാറുണ്ട്, ചിലപ്പോൾ അത് തിരസ്കരിച്ച് മടങ്ങിപ്പോകാറുണ്ട്. അത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ദൈവവചനം കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവവചനം കേൾക്കുമ്പോൾ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളാണല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി നമ്മൾ ഇടപെടട്ടെ, നമുക്കത് അനുഗ്രഹമായി തീരട്ടെ, നമുക്കൊരു മടങ്ങി വരവിനും ഒരു സമർപ്പണത്തിനും കാരണമായി തീരട്ടെ. അതോർത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വലിയ പ്രാസംഗികനല്ല, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നതിന് ശേഷം, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ് മുതൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവിനെ ഇത്രത്തോളം സഹായിച്ചു. എനിക്ക് എൻ്റെ ചെറിയ സാക്ഷ്യം പറഞ്ഞാൽ, എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ വൈഫ്, 2 മക്കൾ എനിക്കുണ്ട്. മൂത്ത മകൻ ഇപ്പോൾ സുവിശേഷ വേദിയിലാണ്. അവന് ഇവിടെ ബൈബിൾ സെമിനാരിയിൽ പഠിച്ചതിന് ശേഷം നമ്മുടെ IPC തന്നെ ഒരു ചെറിയ സഭയിൽ ശുശ്രൂഷിക്കുന്ന കുടുംബമായിട്ട്. ഇളയ മകന് 26 years, 26 വയസ്സായി. അവന് പ്രോപ്പറായിട്ട് നടക്കാനോ അല്ലെങ്കിൽ അവന് സ്വന്തമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ജന്മനാണെന്ന് തന്നെയുള്ളൊരു കുഞ്ഞാണ്. അവനെപ്പോഴും ടേക്ക് കെയർ ചെയ്യാൻ അവൻ്റെ മമ്മി, എൻ്റെ വൈഫ് അടുത്ത് വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ അവനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, പാസ്റ്ററോട് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാം ഈ സ്റ്റെപ്പ് ഇറങ്ങണമെന്ന്, ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒത്തിരി സ്ട്രഗിൾ ആയി തീരുമെന്നുള്ളത് കൊണ്ടാണ് കൊണ്ടുവരാത്തത്. ഞാൻ എവിടെ പോയാലും എൻ്റെ കുഞ്ഞിനെയും വൈഫിനെയും ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. കാരണം ഒരു കുഞ്ഞ് അവനെപ്പോഴും വെളിയിൽ ആൾക്കാരെ കണ്ണ് കാണത്തില്ല, പക്ഷെ ആൾക്കാരെ സൗണ്ട് കേൾക്കുകയും അടുത്ത് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവന് ഭയങ്കര സന്തോഷം. ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകും. പക്ഷെ പലരും പല രീതിയിൽ ധരിക്കാറുണ്ട്. അതെനിക്ക് പ്രശ്നമല്ല, കാരണം എനിക്ക് കർത്താവ് തന്ന കുഞ്ഞാണ്. അതുകൊണ്ട് അവനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി അവനെ മറ്റുള്ളവരെ അവനെ അങ്കിൾ ആൻറ്റി എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കത് വലിയ ഹാപ്പിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എവിടെയും കൊണ്ടുപോകാൻ പറ്റുമോ അവിടെയെല്ലാം ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അതാണ് എൻ്റെ സാക്ഷി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിലുള്ള സമയം നമുക്ക് ആത്മാർത്ഥമായ ദിവസം പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ ഓർപ്പിച്ചല്ലോ, വലിയ പ്രാസംഗികനല്ല, എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ തന്ന വചനം കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളോട് ആ സന്ദേശമായിട്ട് അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിനായിട്ട് സ്തോത്രം, റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സസ് 1 and 2, 2 വാക്യങ്ങൾ, 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം നമുക്ക് വായിക്കാം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ആമേൻ.
നമുക്ക് വളരെ പരിചിതമായ തിരുവചനമാണ് ഈ വായിക്കപ്പെടാനിടയായത്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇന്ന് ഈ പകലിൽ ദൈവശബ്ദം കേട്ട് ആ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ, ഇപ്പൊ തന്നെ നമ്മൾ കേട്ടു, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നെറ്റിയും നെഞ്ചും കാണിച്ചു നിന്ന ദാനിയേലിനെ കുറിച്ച് നാം കേൾക്കുവാനിടയായി. ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, എത്ര ശത്രു തനിക്കായിട്ട് എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും തനിക്കൊരു തീരുമാനമുണ്ടായിരുന്നു, ഞാൻ അശുദ്ധനായി ഇരിക്കുകയില്ല, ദൈവ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല എന്നുള്ള തീരുമാനം തനിക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ മധ്യത്തിലാണ് താൻ ആയിരിക്കുന്നത്. ദേവദാസൻ ഓർപ്പിച്ചല്ലോ, താന് അടിമയാണ്, അടിമത്തത്തിൽ പിടിക്കപ്പെട്ട അനേകരുണ്ട്. അതിന്റെ മധ്യത്തിൽ ചിലർ മാത്രം ദൈവത്തെ പ്രതിനിധീകരിച്ച് സാക്ഷ്യമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഭയുണ്ട്, ദൈവജനമുണ്ട്, പാടുന്നവരുണ്ട്, സ്തോത്രം, പല ദൈവജനം പ്രസംഗിക്കുന്നവരുണ്ട്, ദൈവത്തെ പിൻപറ്റുന്ന അനേകരുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ യഥാർത്ഥമായിട്ട് ദൈവഹിതത്തിനനുസരിച്ച് ദൈവവചനത്തിനു വേണ്ടി നിൽക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വായിക്കുന്നത് എങ്ങനെയാണ്? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകലിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ കടന്നുപോയാൽ അന്ന് ഈ പെട്ടെന്ന് സ്കാനിങ്ങോ അല്ലെങ്കിൽ അതുപോലെ എക്സ്റേ മറ്റു കാര്യങ്ങള് ബ്ലഡ് ടെസ്റ്റ് ഒന്നും അങ്ങനെ ആദ്യം പറയത്തില്ല. ഡോക്ടറെ അടുത്ത് ചെയ്യുന്ന അങ്ങനെയുള്ള വലിയ എക്യുപ്മെന്റ്സ് ഒന്നും അന്നില്ലല്ലോ. അന്ന് എല്ലാം ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. കടന്നു ചെല്ലുമ്പം ആദ്യം മുഖത്തൊന്ന് നോക്കും, എന്നിട്ട് കണ്ണൊക്കെ ഒന്ന് തുറന്നു നോക്കും. അത് പഴയ ആൾക്കാർക്ക് അറിയത്തില്ല, ഇപ്പൊ പുതിയ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല. കണ്ണും തുറന്നു നോക്കും, പിന്നെ വായ നോക്കും, വായിലെ നാക്കൊക്കെ പുറത്തിടാൻ പറയും, അങ്ങനെയൊക്കെ അല്ലേ പഴയ ആൾക്കാർക്ക് അറിയാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നാവേലൊരു പൂപ്പലുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് അറിയാൻ വയറ്റിൽ എന്ത് പ്രോബ്ലം. ഇന്ന് എക്സ്റേ സ്കാനിങ് ഒക്കെ എടുത്താൽ പോലും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകത്തില്ല. ഒന്നെടുത്ത് രണ്ടെടുത്ത് മൂന്നെടുത്ത് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ് എത്ര വേണം നമ്മളെ എടുപ്പിക്കും, ഇല്ലെങ്കിൽ നമ്മളെ എടുപ്പിച്ച് കൊല്ലും എന്ന് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. നോക്കണം, അങ്ങനെ നോക്കുമ്പം ഒരു മനുഷ്യന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താണ് രോഗമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് സാധിക്കും, പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല. ഒത്തിരി നമുക്കറിയാം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. മാത്രമല്ല ഹോസ്പിറ്റലിലൊക്കെ ഒത്തിരി നഷ്ടമാകും. കാരണം ഹോസ്പിറ്റലിലൊക്കെ ലാഭം വേണമെങ്കിൽ എക്സ്റേ നമ്മളെ കാണുമ്പോൾ ദൂരെ നോക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഇവര് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്ന കാലത്താണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ഡോക്ടർക്ക് നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ നാവോ അല്ലെങ്കിൽ വായോ നോക്കിയാൽ ഉള്ളിൽ എന്താണ് സംഭവം എന്ന് അല്ല എന്ത് രോഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ സർവശക്തനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം അദൃശ്യനായ നമ്മുടെ മധ്യത്തിലുള്ളവൻ നോക്കുമ്പോൾ നമ്മെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. നാം ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് അവൻ വ്യക്തമായി അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെയും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യക്തമായി അറിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കും. ദൈവത്തിന് ഇങ്ങനെ വായിക്കുന്നു, 2 3 അവരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകലിൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ കർത്താവ് ഉണ്ട്, നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം കൽപ്പനയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നാം എപ്രകാരം മുൻപോട്ട് പോകുന്നു എന്ന് വ്യക്തമായിട്ടൊരു ധാരണയുള്ള കർത്താവ്. നമുക്കറിയാം 139 സങ്കീർത്തനം വായിക്കുമ്പോൾ അവൻ നമ്മുടെ ഇരിപ്പും നാം എഴുന്നേൽക്കുന്നതും നാം ഇരിക്കുന്നതും നടക്കുന്നതും നാം സ്തോത്രം സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പ്രാർത്ഥന അവിടെയും നമ്മെ അറിയുന്ന ഒരു കർത്താവ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകലിൽ നമ്മുടെ സകല വികാരങ്ങളെയും അവസ്ഥകളെയും ഒക്കെ നന്നായിട്ട് വിവേചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. ദിവസങ്ങൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? ഈ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമുക്കൊരു പ്രത്യാശയും ഒരു വ്യക്തമായ ഉറപ്പുകൊണ്ട് സർവശക്തനായ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട
കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദന സ്തോത്രം എന്ത് സംഭവിക്കുന്നുവെങ്കിലും അതിലൊക്കെ ദൈവത്തിന് ഒരു പ്രത്യേക നിർണയവും നിശ്ചയമുണ്ട്. അതുകൊണ്ട് സ്തോത്രം ദൈവവേദന എങ്ങനെ വായിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സ്തോത്രം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചു, എന്റെ കുഞ്ഞിന്റെ വിഷയം ഞാൻ ഓർപ്പിപ്പാനിടയായി. വളരെ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ദിവസങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാസ്റ്ററാണ് നമ്മുടെ സെന്ററിന്റെ സെക്രട്ടറി. അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും വിവരങ്ങൾ അറിയിക്കുകയും ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇടുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ അത് എനിക്കോ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നോക്കണം, ഞങ്ങള് ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കാറുണ്ട്. അബ്രഹാം തന്റെ മകനെയും കൊണ്ട് ഒരു യാഗത്തിന് കടന്നുപോയ സമയത്ത് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പം അബ്രഹാമിനോട് തന്റെ പുത്രൻ ചോദിക്കുകയാണ്, സ്തോത്രം, അപ്പ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിന് മൃഗം എവിടെ? പ്രൈസ് ദി ലോർഡ്. അതുപോലെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പല പ്രതീക്ഷകളും നമുക്ക് അസ്തമിച്ചു എന്ന് തോന്നുന്ന സാഹചര്യം വരാറുണ്ട്. എന്നാൽ സ്തോത്രം, സർവശക്തനായ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ തക്ക സമയം നമുക്ക് വേണ്ടി കരുതലുമായി വെളിപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ തക്ക സമയത്ത് നമ്മോട് സംസാരിക്കുകയും നമുക്ക് വേണ്ടി കരുതൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. അതെനിക്ക് അറിയുന്നത് കൊണ്ട് എന്റെ മൂത്ത മകൻ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. ഒരിക്കൽ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ ഒരു വ്യക്തി എന്നോട് വന്ന് ഇപ്രകാരം പറഞ്ഞു, ദേവദാസനെ നിങ്ങളുടെ മകനെ എത്ര വേണമെങ്കിലും പഠിപ്പിക്കുവാൻ ഞാൻ ചെലവ് ചെയ്യാം. നല്ല 100 കണക്കിന് ഏക്കർ തോട്ടങ്ങളും പുരയിടമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മകനെ പഠിപ്പിക്കുവാൻ ഏത് തരം വരെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും അവരെ പഠിപ്പിക്കാം. അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹം ഉള്ളിൽ വന്നു. ഉള്ളിലൊരു ചെറിയ ആഗ്രഹം വന്നു, വലിയ ആഗ്രഹമല്ല, ചെറിയ ആഗ്രഹം. ഈ പഠിക്കുവാനെ പഠിക്കട്ടെ. ഞാൻ അവരോട് ചോദിച്ചു, മോനെ, അവൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. അപ്പൊ ഞാനോട് ചോദിച്ചു, മോനെ, നീ എന്ത് ചെയ്യണം? നിനക്ക് ഇങ്ങനെ പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. താനെല്ലാം അങ്ങനെ വളരെ സന്തോഷത്തോടെ വേറെ ദേവദാസനും ചേർന്നവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടുവന്ന് പറയുകയാണ്. ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പപ്പ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ തീരുമാനിച്ചതാ. ഇനി ഒരു മാറ്റമില്ല. എത്ര ഉന്നത വിദ്യാഭ്യാസത്തെക്കാൾ അധികം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഇറങ്ങുകയും ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് സ്തോത്രം സമർപ്പണത്തോടെ നമ്മുടെ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഈ ദേശത്ത് തന്നെ 2 ബൈബിൾ കോളേജിൽ അവൻ പഠിച്ചു. അവൻ കർത്താവിന്റെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അവൻ പഠിച്ചത് കൊണ്ടോ അവന് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടത് കൊണ്ടോ അല്ല. എനിക്കറിയാം എന്റെ കർത്താവിന് എന്നെ നടത്തുവാൻ ശക്തനാണ്. ഒരിക്കൽ തകർന്ന് സ്തോത്രം മേലും കീഴും, മേളിലേക്ക് നോക്കി ആകാശം, താഴെ നോക്കിയാൽ ഭൂമി എന്നുള്ള അവസ്ഥയിൽ നിന്നൊരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ എന്റെ കുഞ്ഞുങ്ങളുടെ മെഡിസിന്റെയോ അല്ലെ എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളൊന്നും നടത്തുവാൻ കഴിവില്ലാത്തവനായി സ്തോത്രം വളരെ നിരാശനായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെടുകയും ഇറങ്ങുകയും കർത്താവിന്റെ വചനം പഠിക്കുവാൻ കടന്നു വരികയും ചെയ്തു. സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരുന്നു. ഒത്തിരി ചാൻസസ് എനിക്ക് വന്നു. പക്ഷെ ആ രീതിയിലൊന്നും പോകാൻ കഴിയാതെ എന്റെ കുഞ്ഞിന്റെ വിഷയം കൊണ്ട് വളരെ ഭാരപ്പെട്ട് വളരെ ഒതുങ്ങിപ്പോയൊരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, സ്തോത്രം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്റെ 2 കൈയും പൊക്കി ദൈവസ്ഥനിൽ എന്നെ സമർപ്പിച്ച സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് നീ എനിക്ക് വേണ്ടി നിന്നെ സമർപ്പിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, നിന്നെ ഞാൻ നടത്തും. ഒറ്റ വചനത്തിന് മുമ്പിലാണ് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടതായത്. ആരുടെയും സ്തോത്രം പ്രോഫറ്റ്സോ അല്ലെങ്കിൽ പ്രവാചകന്മാരോ മറ്റു ദൈവദാസന്മാരോ ഒന്നും ഹേമിച്ചതുകൊണ്ടല്ല, ദൈവാത്മാവ് എന്നെ നിർബന്ധിച്ച് എന്നെ ഇറക്കിയതാ. സാമാന്യ ചുറ്റുപാടുള്ള ഭവനത്തിൽ ജനിച്ചു വളർന്നെങ്കിലും സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലമായി വന്ന് എല്ലാ രീതിയിലും ഞാൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവിന് വേണ്ടി സമർപ്പിക്കാനിടയായത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ദൈവവചനം എന്നോട് സംസാരിച്ചു, ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ചു, ഞാനൊരു തീരുമാനമെടുത്തു. എന്റെ കുഞ്ഞിനും അവന്റെ ആഗ്രഹം അതെങ്കിൽ അവനെ അതിനുവേണ്ടി സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനിടയായി. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്തെന്നറിയാമോ? ഈ ജീവിതത്തിൽ നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കപ്പെടുമ്പോൾ ചിലരൊക്കെ ദൈവസന്നിധി ദൈവവേലയ്ക്ക് വിളിയുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്. പലപ്പോഴും എന്ത് കണ്ടിട്ടാ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതെന്നൊക്കെ ചിന്ത വരുന്ന ഒരു കാലമാണ്. കാരണം ഇപ്പൊ ദൈവദാസന്മാർക്കൊന്നും പഴയ വിലയില്ല. കോവിഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എല്ലാവർക്കും വിലയില്ലെന്നല്ല ഉദ്ദേശിക്കുന്നത്. പല രീതിയിലുള്ള സംസാരവും വാക്കുകളും പ്രവൃത്തികളും കേൾക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം സ്തോത്രം നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവവേല ചെയ്യുന്നവരുടെ ഹൃദയം വേദനിച്ചു പോകുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ 2019 അവസാനം കോവിഡിന്റെ ആരംഭത്തിന്റെ ആ സമയത്ത് ഒരു ദിവസം ഇങ്ങനെ സ്തോത്രം ടിവിയിൽ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്,
2020 ഫെബ്രുവരിക്ക് ശേഷം സ്തോത്രം ഇവിടെ പിന്നെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവർ ചിലർക്ക് വേണ്ടി വളരെ വലിയ ജോലിയും ഉന്നതമായ വഴികളും ഉന്നതമായ കാര്യങ്ങളൊക്കെ സ്തോത്രം ദൈവം അവർക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്നു. ഈ വർഷം തന്നെ ഇത് ചെയ്യുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്പോൾ സ്തോത്രം സംസാരിക്കുന്നു എന്ന് പറയാനിടയായി. ഞാൻ അത് കേട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. ആ സഭയിൽ നല്ല ഒരിടത്ത് ഒരു മനുഷ്യനും വെളിയിൽ പോകാൻ പറ്റില്ല, അകത്ത് വരാൻ പറ്റില്ല. വർഷങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടു. പ്രൈസറോ, അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇടിവ് പറ്റുന്നത്. പ്രൈസറോ, എന്നാൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന നിവാസന്മാരും ദൈവമക്കളും ഉണ്ട്. പ്രൈസറോ, ഹല്ലേലൂയ. അവരാരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. വിശ്വസ്തരായിട്ട് ആത്മാർത്ഥ ഹൃദയത്തോടെ ചിലവിടുകയും ചിലവാകുകയും ചെയ്യുന്ന ദൈവമക്കളുമുണ്ട്, ദൈവദാസന്മാരുമുണ്ട്. അതുകൊണ്ടാണ് ദൈവസഭ നിലനിൽക്കുന്നത്. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ദൈവമക്കളെ ഇനിയും ചിലർ കൂടെ ഈ ദേശത്ത് നമ്മുടെ ചുറ്റുപാടുന്ന കർത്താവിനെ കാണാനുണ്ട്. ദൈവദാസൻ ഓർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അപ്രകാരം ചെയ്ത അച്ഛൻ ഏതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാണ് ദൈവം എനിക്ക് ഭയങ്കര ഒരു സുവിശേഷ ആത്മാവുണ്ട്. കാരണം ഞാനിവിടെ വന്ന് സ്തോത്രം പ്രാരംഭത്തിൽ തന്നെ ദൈവവചനം പഠിച്ചതിന് ശേഷം അപ്പോൾ തന്നെ കന്നഡ ഭാഷ എഴുതാനും വായിക്കാനും ആദ്യം പഠിച്ചു. എന്നിട്ട് അത് സംസാരിക്കാൻ പഠിച്ചു. കന്നഡ ശുശ്രൂഷയാണ് ഞാൻ ആദ്യം ഇവിടെ ചെയ്യാറുണ്ട് ബാംഗ്ലൂർ പട്ടണത്തില്. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് ഇങ്ങോട്ട് കേരളത്തിൽ ഇങ്ങോട്ട് പോകുമ്പോൾ എന്നോട് ദൈവാത്മാവ് ഓർപ്പിച്ചു, നീ അന്യഭാഷക്കാരുടെ മധ്യത്തിൽ അന്യഭാഷയിൽ എന്ന് വെച്ചാൽ ടങ്സ് അല്ല ഉദ്ദേശിക്കുന്ന മറ്റു ഭാഷകളിൽ നീ ദൈവത്തിന്റെ വചന ശുശ്രൂഷിക്കും. എനിക്കൊരിക്കലും പ്രഗത്ഭനോ അല്ലെങ്കിൽ ശക്തനോ ഒന്നും ആയിട്ടല്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഒരു 3 മാസം കൊണ്ട് ദൈവവചനം വായിക്കുവാൻ എഴുതാനും പഠിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. കന്നഡയിൽ പഠിക്കുവാൻ. അതിനുശേഷം കന്നഡയിൽ ഞാൻ മിനിസ്റ്റർ. ഇപ്പോഴും എനിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിട്ട് കഴിഞ്ഞ ട്രാൻസ്ഫർ തുടങ്ങി ഞാനിപ്പോൾ ഒരു ചർച്ചിൽ എനിക്ക് ശുശ്രൂഷയില്ല. എന്നാൽ നമ്മുടെ സെന്ററിന്റെ വകയായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഒരു ഏരിയയുടെ ചെറിയ പ്രവർത്തനം ചെയ്യുവാൻ നമ്മുടെ സെന്ററിന്റെ പ്രസിഡന്റ് വർഗീസ് പാസ്റ്റർ അവസരം തന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിനും കരുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്ത് നാം ചെയ്താലും എന്ത് ചെലവായാലും ഒരിക്കലും നഷ്ടമല്ല. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ അത് കാണുവാൻ കഴിയും. കാരണം നമുക്കറിയാം 4 തലമുറകൾ ആയി ഈ സുവിശേഷത്തിന് വേണ്ടി കേരളത്തിലൊക്കെ സ്തോത്രം തങ്ങളെ തന്നെ സമർപ്പിച്ചവരുടെ തലമുറകളെ സ്വർഗത്തിന് ദൈവം അനുഗ്രഹിച്ചെങ്കിൽ അനുഗ്രഹത്തെ നോക്കിയല്ല, ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നതിനെ കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല നാം പിൻപറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവൻ ദൈവശബ്ദം കേൾക്കും, അത് അനുസരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് ദൈവദാസൻ ഓർപ്പിച്ച വിഷയം അത് തന്നെയാണ്. ഇവിടെ നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചു. നമുക്കറിയാം ഈ റെവലേഷൻ, ഈ വെളിപ്പാട് പുസ്തകത്തെ തന്നെ നാം വായിക്കുമ്പോൾ അതിന് ഒരു ഗ്രീക്ക് വേർഡ് അപ്പോകാലിപ്സിസ് എന്ന് വെച്ചാൽ മറ നീക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ സ്തോത്രം വരാനുള്ള കാര്യങ്ങളുടെ മറ നീക്കുന്ന, ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലെ ദൈവം യോഹന്നാനോട് ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ സ്തോത്രം ഈ ഏറ്റവും അവസാനം സ്തോത്രം ജീവിച്ചിരുന്ന, ഏറ്റവും അവസാനം വരെ ജീവിച്ചിരുന്ന ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ബാക്കി എല്ലാവരും അതിനു മുമ്പേ ലോകത്ത് നിന്ന് കർത്തൃസന്നിധിയിലേക്ക് കടന്നു പോകാനിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ സ്തോത്രം തന്റെ പ്രത്യേകമായ പ്രതികൂല സാഹചര്യത്തിലൂടെ താൻ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ താൻ എവിടെയാണ്? പത്മോസ് ദ്വീപിലാണ് താൻ ആയിരിക്കുന്നത്. കരിമ്പാറക്കെട്ടുകൾക്കും അഗ്നിപർവ്വതങ്ങൾക്കും അതുപോലെയുള്ള വളരെ ലോൺലി ആയ ഒരു പ്ലേസിൽ താൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തിയിരിക്കുന്ന സന്ദർഭമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പശ്ചാത്തലം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ദൈവദാസൻ ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തി കൂടെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് താൻ എന്ത് ചെയ്യുന്നത്? ആത്മവിവശനായ കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പിൽ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നതിന് 10-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ 11-ന്റെ ലാസ്റ്റ് ഭാഗം.
ശമൂവേലിന് അയക്കുക. ആ. എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. നാം ഇവിടെ വായിച്ചതും അങ്ങനെ തന്നെയാണ്. നോക്കണം, 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം ഇവിടെ കയറി വരിക. അപ്പോൾ ഒരു കാര്യമുണ്ട്, തന്നോട് സംസാരിക്കുന്ന ഒരേ ശബ്ദമാണെന്നുള്ളൊരു വെളിപ്പാട് തനിക്കുണ്ട്. ദൈവ ആത്മാവ് സംസാരിക്കുമ്പോൾ ഒരു പ്രാവശ്യം സംസാരിച്ച ദൈവം തന്നെയാണ് തുടർന്ന് സംസാരിക്കുന്നത് എന്നുള്ളൊരു വലിയ ബോധ്യം യോഹന്നാൻ അപ്പോസ്തലനുണ്ട്. പലപ്പോഴും നമുക്ക് ദൈവവചനം കേൾവിയിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ എന്നോടാണോ അല്ലെങ്കിൽ നമ്മോടാണോ നമ്മൾ പലപ്പോഴും സംശയിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകാറുണ്ട്. ദൈവവചന കേൾവിയിൽ ദൈവസന്നിധിയിൽ സമർപ്പണവും സ്തോത്രം, ആ കേൾവിയിലുള്ള ആ ദൈവത്തോടുള്ള അനുസരണമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവവചനത്തിൽ നാം വായിച്ചല്ലോ, അതേ ശബ്ദം തന്നെ എന്നോട് എന്ത് ചെയ്യുക, എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ ഞാൻ നിനക്ക് സംഭവിക്കാനുള്ളത് നിനക്ക് കാണിച്ചു തരാം. കേൾക്കുവാൻ ഒരു ചെവി ഉണ്ടെങ്കിൽ, ദൈവ ശബ്ദം കേൾക്കുവാൻ ഒരു ചെവി ഉണ്ടെങ്കിൽ ചില ദർശനങ്ങൾ കാണുവാൻ കഴിയും. ഇന്ന് പകലിൽ ദിവസനായി ദൈവവേദനയെ ഇവിടെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദർശനത്തിൽ കൂടെ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ചില ദർശനങ്ങളെ നമുക്ക് കാണിച്ചു തരുവാനാണ്. ഇന്ന് പകലിൽ ദർശനം കാണുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് വേണ്ടി സമർപ്പിച്ചാൽ മതി. നമുക്കറിയാം, തിരുവചനം വായിക്കുമ്പോൾ അനേകർ ദൈവവചനത്തോട് മറുതലിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. വചനം കേൾക്കും, പക്ഷെ എന്ത് ചെയ്യും? അവർ മറുതലിക്കുക. ഇവിടെ ശബ്ദം കേട്ടു, ശബ്ദം കേട്ടവനെ എന്ത് ചെയ്യുവാണ്? അവനെ മുകളിലേക്ക് വിളിക്കുക. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറുള്ളവരെ തക്ക സമയത്ത് അവൻ വിളിക്കും. നമുക്കറിയാം, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. നമുക്കറിയാം, 65-ാമത്തെ വയസ്സിൽ തനിക്കൊരു മകനുണ്ടായതിനു ശേഷമാണ് താൻ ദൈവത്തോടു കൂടെ നടക്കുവാൻ ആരംഭിച്ച് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നോക്കണം പ്രിയ ദൈവമക്കളെ, തന്റെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ നടന്നുകൊണ്ട് താൻ പരാജിതനായില്ല, താന് നാശമായി പോയില്ല. തക്ക സമയത്ത് ദൈവവചനം വായിക്കുന്നവനെ എടുത്തുകൊണ്ടല്ല പിന്നെ അവനെ കാണാതെ. അങ്ങനെ ദൈവവചനത്തിന് വേണ്ടി ചെവി കൊടുക്കുന്നവനെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഇവിടെ സ്തോത്രം, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, കയ്പിന്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൊക്കെ ആയിരിക്കുകയാണ് യോഹന്നാൻ. എന്നാൽ സ്തോത്രം, ആ സാഹചര്യത്തിൽ നമുക്കറിയാം ദൈവവചനത്തിന് വേണ്ടി താൻ ചെവി ചായ്ക്കുകയാണ്. തനിക്ക് പറയുകയാണെങ്കിൽ അനേക കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നാട് കടത്തപ്പെട്ടത്. ഇതിന് തൊട്ടു മുമ്പേ തന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി, തന്നെ തിളപ്പിച്ച എണ്ണയിൽ സ്തോത്രം വാർപ്പിൽ മുക്കി കൊല്ലുവാനായിട്ടാണ് സ്തോത്രം ഉപേക്ഷിച്ച് ശ്രമിച്ചത്. എന്നാൽ ആ സാഹചര്യത്തിൽ കൂടെ അദ്ദേഹം ആ തിളപ്പിച്ച എണ്ണയിൽ സുസ്മേരവദനായി കിടന്നു എന്ന് ചരിത്രം വായിക്കുകയാണ്. അവിടുന്ന് തന്നെ നശിപ്പിക്കാൻ വേണ്ടി ആ നാട് കടത്തി. ഒരിക്കലും അവൻ മടങ്ങി വരത്തില്ല എന്നാണ് ഡൊമീഷ്യന്റെ തീരുമാനം. ഒരിക്കലും മടങ്ങി വരത്തില്ല, എല്ലാം തീർന്നു, ഇനി യാതൊരു രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്, സകലതും നിഷ്പ്രഭമായാൽ, സകലതും നമ്മുടെ പിടി വിട്ടുപോയാലും പിടിവിടാത്തൊരുത്ത് നമ്മുടെ കരങ്ങളിൽ പിടിച്ചു. അവന്റെ കരങ്ങളിൽ നമ്മുടെ കരം കൊടുത്താൽ മതി. അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ എന്ത് ചെയ്യണം? അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പിൻ. സ്തോത്രം, ഹല്ലേലൂയ. കിരീടം ബലപ്പെടും. നമുക്കറിയാം, 24 മൂപ്പന്മാര് തങ്ങളുടെ കിരീടം അവർക്ക് പൊൻകിരീടം കൊടുത്തിരിക്കുക. പക്ഷെ വീണ് നമസ്കരിക്കുമ്പോൾ കിരീടം മാറ്റി വെച്ചിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് കിരീടം ഉണ്ടെങ്കിലും ദിവസനെ കടന്നു വരുമ്പോ നമുക്ക് എന്ത് കിരീടം വെക്കാനുള്ളത്? നമുക്ക് എന്താ പുകഴാനുള്ളത്? ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ചെറിയ വിഷപ്പത്, അടുത്ത വൈറസിന്റെ വ്യാപനം തുടങ്ങി. ഇപ്പൊ പറയാ 60 ഇയേഴ്സിന് എബോവ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം? മാസ്ക് വെച്ചോണ്ട് നിർബന്ധമായിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ ചന്ദ്രൻ കണ്ടപ്പോ അവര് വലിയ പ്രായമില്ല, എന്നിട്ടും അവര് മാസ്ക് വെക്കാൻ തുടങ്ങി. അപ്പൊ എന്താ ചോദിച്ചപ്പോ അവരുടെ മറുപടി എന്താണെന്നറിയാമോ? നമ്മളൊന്ന് പ്രിക്കോഷൻ എടുത്തേക്കാം, എപ്പോഴേ ഒന്ന് ട്രൈ ചെയ്തേക്കാം, എപ്പോഴേ തുടങ്ങിയേക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലത്തിലേക്ക് നാളെ എന്താവും നമുക്ക് ആർക്കും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇന്ന് ഈ പകൽ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിപ്പാൻ ഈ ദിവസങ്ങളിൽ, ഈ 2023 അവസാന ദിവസങ്ങളിൽ കേൾക്കുന്ന ഓരോ വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാൻ തയ്യാറെങ്കിൽ അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും വിടുതലായി തീരുമെന്നുള്ള സംശയമില്ല. ഒരിക്കൽ ഹനാനി എന്ന പ്രവാചകൻ ആസ രാജാവിനോട് ഇങ്ങനെ ചെന്ന് ഒരു ദൂത് അറിയിച്ചു. നീ നിന്റെ കൂട്ടുകെട്ട്, ഇപ്പൊ ബേശ എന്ന രാജാവുമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചാണ്, അതിനെ കുറിച്ച് വിവരിപ്പാനല്ല ഉദ്ദേശിക്കുന്നത്.
ഈ കൂട്ടുകെട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. നീ ഇതെങ്കിൽ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് സ്തോത്രം തന്നോട് ദൂത് പറയുകയാണ്. ദൂതിന്റെ മുമ്പിൽ പലപ്പോഴും ദൂത് കേട്ടു. ആ ദൂത് കേട്ട് അപ്പൊ തന്നെ തനിക്ക് എന്ത് സംഭവിച്ചു? തനിക്ക് താൻ ക്രുദ്ധിച്ചു എന്നാണ് വായിക്കുന്നത്. ദൂതിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? താൻ കോപിച്ചു. ആരോടെ കോപിച്ചത്? ദൂത് പറഞ്ഞ പ്രവാചകനോട് കോപിച്ചിട്ട് തന്നെ തുറുങ്കിൽ അടച്ചു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുക. അപ്പം ആ ദൈവവചനത്തിന്റെ മുമ്പിൽ തനിക്ക് സമർപ്പിക്കാൻ ഒരു മനസ്സില്ല. ആ സമയം എന്ത് ചെയ്യുകയാണ്? ആ ദൂത് കേട്ട ഉടൻ തന്നെ ദൂത് പറഞ്ഞ വ്യക്തിയെ സ്തോത്രം എന്ത് ചെയ്യുക? തന്നെ തുറുങ്കിൽ അടയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കണം, അതിന്റെ ഇനി മുൻപോട്ടുള്ള പ്രതിഫലം നമുക്ക് ചുരുക്കമായിട്ട് ഞാൻ ഓർപ്പിക്കാം. ആ തുറുങ്കിൽ അടച്ചതിന് ശേഷം അത് 36-ാം ആണ്ടിൽ എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. തന്റെ ആ വാഴ്ച 36-ാം ആണ്ടിൽ 39-ാം ആണ്ട് വരെ ദൈവം കാത്തിരിക്കുക. ഞാൻ ഓർലി പറഞ്ഞു വിടുകയാണ്. ദൈവം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 39-ാം ആണ്ട് 3 വർഷം കഴിഞ്ഞപ്പോ തന്റെ കാലിന് ദീനം പിടിച്ചു എന്നൊരു വചനം വായിക്കാം. ആസയുടെ കാലിന് ദീനം പിടിച്ചു. വചനത്തിൽ നല്ല നിശ്ചയമുള്ള ദൈവമക്കളാണ്. ആ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ കാലിന് ദീനം പിടിച്ചു കഴിഞ്ഞിട്ടും താൻ എന്ത് ചെയ്തു? അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ്? എന്നിട്ടും താൻ എന്ത് ചെയ്തു? താൻ വൈദ്യന്മാരെ അന്വേഷിച്ച് യഹോവയുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്നാൽ അതിനു മുമ്പ് പല രാജാക്കന്മാരെക്കാൾ അധികം ദൈവത്തോടടുത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വിടേണ്ടത് വിട്ട് പല കാര്യങ്ങളും ദൈവത്തിനു വേണ്ടി ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ദൈവവചനം കേട്ടിട്ട് സ്തോത്രം അതിന് മറുതലിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നോക്കണം, തന്റെ ജീവിതം സ്തോത്രം അവസാന 3 വർഷം വരെ കർത്താവ് കാത്തു നിൽക്കുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ആ വചനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2 ദിനവൃത്താന്ത പുസ്തകങ്ങളിലാണ് ഞാൻ ഇപ്പൊ വായിക്കേണ്ട. നോക്കണം, അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യുക. 3 വർഷമായി. 3 വർഷമായതിനു ശേഷം തന്റെ കാലിൽ ഒരു ദീനം വന്നു എന്നാണ് വായിക്കുന്നത്. ദീനം വന്നു കഴിഞ്ഞപ്പോഴും താൻ ദൈവത്തെ അന്വേഷിച്ചില്ല. അപ്പോ അവിടെ അതിന് വലിയ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതിന്റെ ഇന്നർ മീനിങ് ഇങ്ങനെയാണ്: ആ 3 വർഷം ദൈവം അവന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പരാജയമൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ വഴി വിട്ടു പോയിട്ടുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സമയത്ത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അതിനുവേണ്ടി ഒന്ന് താഴ്ത്തി സമർപ്പിച്ച ദൈവിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. ഇവിടെ നോക്കണം, 3 വർഷം കാത്തിരുന്നു. ദൈവത്തെ താൻ അന്വേഷിച്ചില്ല. അതിനുശേഷം വീണ്ടും 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ തന്റെ കാലിൽ ദീനം പിടിച്ച് മരിച്ചു എന്ന് വായിക്കുന്നു. അപ്പൊ ദൈവവചനത്തോടുള്ള പ്രതികരണം ഞാൻ ഓർപ്പിക്കുന്നത്. ഇവിടെ നാം വായിച്ചത് യോഹന്നാനോട് നീ മേലോട്ട് കയറി വരിക എന്ന് വെച്ചാൽ ആത്മാവിലൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് നാം കടക്കണമെങ്കിൽ ദൈവമക്കളെ നമുക്ക് ആത്മാവിന്റെ വലിയ ശക്തിയിൽ നിറയുക മാത്രമല്ല, ദൈവവചനം നാം കേട്ട് അതനുസരിപ്പാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കരങ്ങൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഞാൻ അധികം സമയമില്ല, വേഗം അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, നാം ദൈവവചനത്തോട് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കുക. നമ്മോട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവദാസന്മാർ ശക്തമായി ദൈവവചനം സംസാരിക്കുകയും ദൈവവചനത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. കാരണം അടുത്തൊരു വർഷത്തേക്ക് കാലിടുകയാണ്. അപ്പോ നമ്മൾ ആരെങ്കിലും കേൾക്കുന്ന വചനം ഇപ്പൊ എന്ത് ചെയ്തു? ഈ ദൈവത്തിന്റെ ആലോചനയ്ക്ക് താൻ മറുതലിച്ചു. താൻ തന്റെ തല താഴ്ത്തി കൊടുത്തു. പക്ഷെ ആത്മസമർപ്പണത്തോടെ അല്ല, തല താഴ്ത്തി ആ ദൂത് തന്റെ മുകളിൽ കൂടെ കടന്നുപോയി. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ഒന്ന് തൊട്ടു. ഇന്ന് സ്തോത്രം ദാനിയേലിന്റെ വിഷയങ്ങൾ സ്തോത്രം ദൈവദാസൻ എടുത്ത് സംസാരിച്ചപ്പോൾ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. യഥാർത്ഥം പറയട്ടെ, ഇന്ന് പകൽക്കാലം നമ്മോട് ആരോടെങ്കിലും സംസാരിച്ചു എന്ന് നമുക്കൊരു തോന്നൽ, ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുറ്റമായിരിക്കാം ദൈവദാസൻ ഓർപ്പിച്ചത്. ആ കുറ്റമാണെങ്കിലും അതേ കർത്താവിന് വലിയ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒന്ന് സമർപ്പിക്കാമോ? അതൊരു വലിയ വിടുതലാണ്. നമ്മുടെ ശരീരത്തിന് വിടുതലാണ്, നമ്മുടെ മനസ്സിന് വിടുതലാണ്, നമ്മുടെ കുടുംബത്തിന് വിടുതലാണ്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വിടുതലാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു വിടുതലായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാരുടെ അല്ല ദൈവവചനം, ദൈവത്തിന്റെ ദൈവവചനം. പലരും മാർക്കിടുന്നത് പല രീതിയിലാണ്. എന്നാൽ സ്തോത്രം ദൈവവചനത്തോട് അനുരൂപപ്പെട്ട് ദൈവഹിതപ്രകാരം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തി അവിടെയുണ്ട്. ഞാൻ പറയാം, കായേനും ഹാബേലും സ്തോത്രം അവർ രണ്ടുപേരും വഴിപാട് കഴിച്ചു. എന്നാൽ കായേന്റെ വഴിപാടിലും കായേന്റെ വഴിപാടിലും ദൈവം
പ്രസാദിച്ചില്ല. ഹാബേലിനും തന്റെ വഴിപാടിനും ദൈവം പ്രസാദിച്ചു. കായനോട് ദൈവം പ്രസാദിച്ചില്ലെങ്കിലും പ്രസാദിക്കാത്തൊരു ദൈവം അധികം പൊക്കോ, നിന്നെ വേണ്ട എന്ന് പറഞ്ഞോ? എല്ലാവരും ശ്രദ്ധിക്കണം. പറഞ്ഞോ? വേണ്ടെന്ന് പറഞ്ഞോ? കായനോട് വേണ്ടെന്ന് പറഞ്ഞില്ല. കായന്റെ അടുത്ത് ദൈവം അവനോട് സാന്ദ്രമായ സ്വരത്തിൽ വളരെ മൃദുവായി സംസാരിക്കുക. നിന്റെ അടുക്കൽ പാവമുണ്ട്, നീ ശ്രദ്ധിച്ചോണം. നിനക്ക് ഇനി സമയമുണ്ടെന്നാണ് ദൈവം പറയുന്നത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ഇനി സമയമുണ്ട്. സമയം തീർന്ന് ഏത് അവസ്ഥയിൽ കൂടെ ആണ് നാം ആയിരിക്കുന്നെങ്കിൽ ഇനിയും സമയമുണ്ട്. ഒന്നുകൂടെ തിരിഞ്ഞു വരുവാൻ, ഒന്നുകൂടെ സമർപ്പിക്കുവാൻ, ഒന്നുകൂടെ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ. അയ്യോ കർത്താവേ, ഞാനാണ് ആ മനുഷ്യനെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഏറ്റെടുക്കുവാൻ സമയമുണ്ട്. അവിടെ നോക്കണം. സ്തോത്രം. തന്നോട് പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ താൻ പ്രതികരിച്ചത് എങ്ങനെയാണ്? കായൻ പ്രതികരിക്കുക. കായൻ എന്ത് ചെയ്തു? ദൈവമേ, എന്നെ കൊല്ലും, അതുകൊണ്ട് എന്നെ കൊല്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി അതാ താൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ തനിക്ക് ഞാനൊരു കാര്യം ചിന്തിക്കുക. കായൻ ദിവസങ്ങളിൽ മുഴങ്കാലം മടക്കിയിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊലപാതകയെങ്കിലും അവനെ പോലും സ്നേഹിക്കുന്നുണ്ട്. നോക്കണം. സ്തോത്രം. തന്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഏറ്റുപറയുവാൻ ദൈവത്തിന് അങ്ങനെയാണ് വായിക്കുന്നത്. തന്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നത് ശുഭം വരികയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനും കരുണ ലഭിക്കും. അതേത് സാഹചര്യത്തിലും ദൈവം തയ്യാറാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം മനശ്ശ എന്ന രാജാവ് വളരെ ദൈവമായി അവനെ പോലെ ദോഷം ചെയ്തവൻ ആരുമില്ലെന്ന് ഇസ്രായേലിനെ യോജിക്കും അല്ലെ? വായിച്ചിട്ടുണ്ടല്ലോ. വായിച്ചിട്ടുണ്ട്. എത്ര പേര് വായിച്ചിട്ടുണ്ട്? മനശ്ശയെ പോലെ വാക്യം ഒന്ന് എടുത്ത് വായിക്കും. ഒരു നിമിഷം. സെക്കൻഡ് ക്രോണിക്കൽസ് 33 സ്തോത്രം. അതിന്റെ 4 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. മനശ്ശ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ തന്റെ അപ്പനായ യെഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു. അങ്ങനെ മനശ്ശ യഹോവ ഇസ്രായേൽ പുത്രന്മാരുടെ മുമ്പിൽ നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദയെയും യെരൂശലേം നിവാസികളെയും തെറ്റുമാറാക്കി. യഹോവ മനശ്ശയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ഇവിടെ എല്ലാം അവർ ഒത്തിരി ദൈവത്തിന് വിരോധമായി ചെയ്യും. എന്നിട്ടും ദൈവം എന്ത് ചെയ്യുക? ഇത്രയും തെറ്റ് ചെയ്തെങ്കിൽ പിന്നെയും മനുഷ്യനടുത്തേക്ക് ദൈവം അല്ലെങ്കിൽ സ്തോത്രം പ്രവാചകന്മാരെ അയക്കുക, തന്നോട് സംസാരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. തെറ്റൊക്കെ ചെയ്തു, ദൈവത്തിന് അകന്നുപോയി. അവരെ പോലെ നീചമായ കാര്യം ചെയ്തവരില്ല എന്ന് പോലും നമുക്കറിയാം. അത്രത്തോളം അഗ്നിപ്രവേശം ചെയ്യിക്കുന്നു, ദൈവത്തിന് അഹിതമായ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുക. അങ്ങനെ അവസ്ഥയിൽ അവസാനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം തന്റെ പിതാക്കന്മാരായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തിയവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു. അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവൻ അത്ര തെറ്റ് ചെയ്തിട്ട് പോലും ദൈവവചനത്തിന്റെ മുമ്പിൽ ഒന്ന് താഴ്ത്താൻ തയ്യാറാണ്. അവനെ മടക്കി വരും. ഏതവസ്ഥയിൽ എനിക്ക് എന്റെ ഹൃദയത്തിൽ തൊട്ട് ഏതവസ്ഥയിലാണ് മടങ്ങി വരാൻ സാധിക്കും. ഉള്ളിലുണ്ടെങ്കിലും പിറവോ കുറ്റാരവോ അല്ലെങ്കിൽ ദൈവദാസന്മാരെ കുറിച്ചോ ദൈവമക്കളെ കുറിച്ചോ ഈ 2023 അവസാന ദിവസങ്ങൾ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത് ഇത് പറയാനാണെങ്കിൽ ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് മടങ്ങി വരാൻ നമ്മൾ ഒന്നും കൂടെ ഒന്ന് റെസ്റ്റോർ ഒന്ന് മടക്കി വരുത്തുവാൻ ദൈവത്തിന് ആഗ്രഹം. നമ്മുടെ ജീവിതത്തിന്റെ മേഖല നമ്മൾ എവിടെയെങ്കിലും കൈവിട്ടു പോയ സാഹചര്യം, ഞാൻ എല്ലാവരും കൈവിട്ടെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാം, യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ സ്വർഗം പോലും തൃക്കണ്ണിൽ നിർമ്മലമല്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ? സ്വർഗം പോലും തൃക്കണ്ണിൽ നിർമ്മലമല്ല. അങ്ങനെയെങ്കിൽ ഈ പുഴുക്കളായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റു പറഞ്ഞാലുണ്ടല്ലോ, നമുക്കറിയാം എത്ര തെറ്റ് ചെയ്ത മക്കളാണ്. എനിക്ക് മക്കളുണ്ട്. എത്ര തെറ്റ് അവരുടെ ജീവിതത്തിൽ വന്നാൽ അവർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പപ്പ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവം ഇതിലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവിന് ഒരു മാനസാന്തരത്തിന്റെ ദിവസങ്ങൾ കാര്യമാക്കട്ടെ. അനുഗ്രഹവും നന്മയെല്ലാം നമുക്ക് പ്രസംഗം എപ്പോഴും കേൾക്കുന്ന, എന്നാൽ ഇന്ന് പകൽക്കാലം അനുഗ്രഹമല്ല നന്മയല്ല. നമുക്ക് നന്മ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും.
പ്രൈസ് ദി ലോർഡ്. നാം ഫസ്റ്റ് അങ്ങ് ചെയ്യേണ്ടത് ചെയ്താൽ മതി, ബാക്കി അതിന്റെ കൂടെ ആടട്ടെ. സകല കാര്യങ്ങളും അതിനോടുകൂടെ കൂട്ടിച്ചേർക്കുക. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ദൈവമേ, ഇന്നു മുതൽ കേൾക്കുന്ന ദൈവദിനത്തിന് മുമ്പിൽ ഇത് ഒരു പുറംപൂച്ചായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ ഒന്ന് വെറുതെ എൻകറേജ് ചെയ്യാൻ പറയുന്ന കാര്യമല്ല. ഹൃദയത്തിന്റെ അടി തട്ടി ഞാൻ പറയുക. എന്റെ ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ കടന്നു വന്ന, ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്ന് പ്രതികൂലം വന്ന ദിവസങ്ങളിൽ നിന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞ് സ്തോത്രം ഞാൻ ഓർപ്പിച്ചല്ലോ, വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഏത് സാഹചര്യത്തിലും സമർപ്പണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ നാം സ്തോത്രം വായിച്ചത് സ്തോത്രം പത്മോസിന്റെ ഏകാന്തതയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് നാം വായ്പാനിടയായത്. ദൈവമക്കളെ, സ്തോത്രം, അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ഈ ദൈവവചനത്തിന് മുമ്പിൽ തന്നെ താഴ്ത്തിയിട്ട് കർത്താവിന്റെ കരം തന്റെ മേൽ വെച്ച് തന്നെ ബലപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്തൃകരം നമ്മുടെ വെച്ചാൽ നമുക്കതൊരു വിടുതലാണ്. ഹല്ലേലൂയ. ഇന്ന് പകർക്കാലം കർത്താവിന്റെ കരം നമ്മെ തൊടുന്ന ദിവസമായി തീരട്ടെ. വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ സ്വർഗീയ കരം നമ്മെ ഒന്ന് സ്പർശിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വായിക്കുന്ന ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, മത്തായി സുവിശേഷം 6-7 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നത് അതുപോലെ വചനങ്ങളെ കേട്ട്, അത് 7-ാം അധ്യായത്തിൽ പറയുന്നത് ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് വചനം വായിക്കുന്നുണ്ട്. രണ്ടുപേരുടെ വീട് പണിയെ കുറിച്ചാണ് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം എന്നിട്ട് പറയുകയാണ്, ഈ വീട് പണിയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യരോട് തുല്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വചനത്തിന്റെ ആ അടിസ്ഥാനത്തിൽ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ പിൻപറ്റുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഒരു വ്യക്തിക്ക് തകർത്ത് കളയാൻ കഴിയത്തില്ല. ദൈവദാസൻ വായിച്ചു സ്തോത്രം, ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ ഒരു നാൾ കുലുങ്ങി പോകാൻ സമ്മതിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മെ കുലുക്കി കളയുവാനാണ് ശത്രുവിന്റെ തന്ത്രം, അല്ലെ? അതെ, നമുക്കറിയാം, മൊർദെഖായിയെ കുരുക്കി കളയാൻ വേണ്ടിയിട്ട് ഹാമാൻ എന്താ ചെയ്തത്? കഴുമരം ഉണ്ടാക്കി. അത് മാത്രമല്ല, രാജാവിന് 10 ലക്ഷം താലന്ത്, അല്ലെ? എത്ര? 10,000 താലന്ത് വെള്ളി. 10,000 താലന്ത് വെള്ളി രാജാവിന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവനെ തൂക്കിക്കളയാൻ വേണ്ടി സ്തോത്രം കഴുമരം ഉണ്ടാക്കി നിർത്തിയിട്ട് ഈ 10,000 താലന്ത് വെള്ളി കൊടുത്ത് ഇവനെ തകർത്ത് കളയാൻ ശ്രമിക്കുക, അല്ലെ? ശത്രുവിന്റെ പദ്ധതി എന്നാണെന്നറിയാമോ? അവൻ എത്തറ്റം വരെ പോണെങ്കിലും പോകും. എന്തിനു വേണ്ടിയാ? ദൈവമക്കളെ തകർക്കുവാൻ, ദൈവദാസന്മാരെ തകർക്കുവാൻ, ആരാധിക്കുന്നതിനെ തകർക്കുവാൻ, സ്തോത്രം ദൈവ ശബ്ദം കേൾക്കുന്നവനെ തകർക്കുവാൻ അവൻ ഏതറ്റം വരെ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, 2023 പ്രാരംഭം മുതൽ ഈ ദിവസം വരെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി. ദൈവം നമ്മോട് കൂടെ നമ്മെ സഹായിച്ചു. അനർത്ഥങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിൽ കണ്ടു, പിമ്പിൽ കണ്ടു, പുറകിലും ഇടത്തും വലത്തും എല്ലാം കണ്ടു. 10,000 മാറ്റപ്പെട്ട യുദ്ധങ്ങളൊക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ വചനം വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നെടുകീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതം എന്ന് പറയും. നിന്റെ വശത്ത് 1000 പേരും വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയും. എന്താ? അത്യുന്നതന്റെ മറവിൽ വസിക്കണം. അത്യുന്നതന്റെ മറവിൽ വസിക്കണം. എന്ത് ചെയ്യണം? അവന്റെ ശബ്ദം കേൾക്കണം. അവന്റെ ശബ്ദം കേൾക്കണം. ശബ്ദം കേൾക്കാൻ ഒരു വ്യക്തിയുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ. ഒരു കാര്യം കൂടെ തൊട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ, ശമൂവേൽ പ്രവാചകനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, താൻ ആ സമയത്ത് ശമൂവേലിനെ ഹന്ന പ്രസവിച്ച് സ്തോത്രം തന്നെ കൊണ്ടുപോയിട്ട് ഏലി പുരോഹിതന്റെ അടുക്കൽ ആലയത്തിൽ കൊണ്ട് ഇരുത്തിയ സമയത്ത് ദൈവവചനം ദുർലഭമായിരുന്ന വായിക്കുന്നു, അല്ലെ? ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങിയിരുന്നു, കാഴ്ചയും കേൾവിയും ഒക്കെ നഷ്ടപ്പെട്ട് വചനത്തോട് പ്രതികരിപ്പാൻ ആരുമില്ലാത്തൊരു സാഹചര്യം. അതെയോ? വചനത്തോട് പ്രതികരിപ്പാൻ ആരുമില്ലാത്ത, വചനത്തിന് വേണ്ടി താഴ്ത്തുവാൻ ആരുമില്ലാത്തൊരു കാലം. ശുശ്രൂഷകനായ ഏലി പുരോഹിതന്റെ മക്കളായ ഒഫ്നിയും ഫിനെഹാസും എന്ത് ചെയ്യുക? ദൈവത്തിന്റെ ഹിതത്തിന് അഹിതമാമണ്ണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
എപ്പോഴും ദൈവം പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അയച്ച് ജനത്തോട് പുരോഹിതന്മാരിൽ കൂടെയൊക്കെ സംസാരിച്ചെങ്കിലും മടങ്ങി വരവിന് അവർക്ക് സാധ്യത കിട്ടും. ദൈവം അവരോട് സംസാരിച്ചു, അവർ മടങ്ങി വന്നില്ല അല്ലെ. എന്നാൽ ശബ്ദം കേൾക്കുവാൻ ഒരുത്തൻ തയ്യാറായി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഹന്ന മച്ചിയാകാൻ കാരണം ദൈവത്തിന്റെ ഒരു പ്ലാനാണ്. കാരണം ഹന്ന മച്ചിയായെങ്കിൽ മാത്രമേ സ്തോത്രം ശമൂവേലിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയൂ. ഇന്ന് പകർക്കാലം ഏതെങ്കിലും കാര്യത്തിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിൽ ദൈവം ഇതിലെ നിനക്ക് ദൈവം അത് വെച്ചതാണ്. എന്റെ സാക്ഷ്യത്തിലുള്ള ബന്ധത്തിൽ പറയുക, എന്റെ കുഞ്ഞിനെ കൊണ്ടുള്ള പലവിധമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം എനിക്ക് വേണ്ടി വെച്ചതാണ്. എന്നെ കൊണ്ട് അത് കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന് മനസ്സിലായി, എനിക്ക് വേണ്ടി ദൈവം വെച്ചതാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഇതിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വ്യാകുലപ്പെടണ്ട. എനിക്ക് വേണ്ടി വെച്ചതെന്ന് നാം ഏറ്റെടുത്താൽ ദൈവം ചെയ്യുവാനിടയാകും. ശമൂവേലിനെ സമർപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സമർപ്പണം വേണമെങ്കിൽ ഒരു ചെറിയ ദൈവിക സ്പർശനം വേണം. അപ്പോ ഹന്നയ്ക്ക് മനസ്സിലായി, ഇത് എന്റെ ശക്തിയല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാണെന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത്, അവനെ ഞാൻ എന്ത് ചെയ്യാം? ആലയത്തിന് വേണ്ടി സമർപ്പിക്കുക. അപ്പൊ ദൈവത്തിനറിയാം, നഷ്ടപ്പെട്ട് സ്തോത്രം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യ ആലയത്തില് ഇതിലൂടെ ദൈവം എനിക്ക് സംസാരിക്കാൻ ഒരാൾ വേണം. അതാണോ ദൈവത്തിന്റെ ആഗ്രഹം? ഈ സാഹചര്യത്തിൽ എനിക്ക് സംസാരിക്കാൻ ഒരു വ്യക്തി വേണം. അതിന് ചിലപ്പോ ഹന്നമാരുടെ ഗർഭം ദൈവം അടയ്ക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം സ്തോത്രം തന്റെ വൃത്തിൽ കൂടി നിറവേറുന്ന നമുക്ക് കാണാൻ കഴിയും. തന്നെ ദൈവസേനയിൽ പ്രതിഷ്ഠിച്ചു. ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങി. ദൈവവചനം ദുർലഭമായിരുന്നു. ദൈവവചനം പരന്നു. ശമൂവേലിന്റെ കാലത്ത് ദൈവവചനം പരന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരാളുണ്ടോ? ഈ സഭയിൽ ഒരാൾ സമർപ്പിച്ചാൽ അത് ദൈവം സംസാരിക്കും അല്ലെ. ഒരാൾ സമർപ്പിക്കുന്നതിനെ വെറുതെ വിടുവോ ദൈവം? ഇല്ല, സമർപ്പിക്കാത്ത അവരോട് ദൈവം സംസാരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കായനെ കുറിച്ച് പറഞ്ഞു. കായൻ ദൈവവചനം കേട്ട് ദൈവം പലപ്പോഴും സംസാരിച്ചു. പാവം നിന്റെ വാതിൽക്കല, നീ പോവും, നഷ്ടപ്പെടുന്നത് ഓർപ്പിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? ദൈവസന്നിധി വിട്ട് നോദ് ദേശത്തേക്ക്, കിഴക്ക് നോദ് ദേശത്തേക്ക് അവർ മടക്കി വരാൻ താല്പര്യം ഉണ്ടായില്ല. ഉണ്ടായോ? ഇല്ല. അവരെ കുറിച്ച് വായിക്കുന്നത്, അവൻ നോദ് ദേശത്തേക്ക് പോയി. ദൈവം എവിടുന്ന് പോയി എന്നാ വായിക്കുന്നത്? ദൈവവചനം കേട്ടപ്പോ 4 അധ്യായം വായിക്കും, പറയാം ദൈവവചനം കേട്ട് ദൈവം സംസാരിച്ചെന്നാ വായിക്കുന്നത്. ദൈവവചനം കേട്ട് എന്ത് ചെയ്തു? അവൻ ദൈവസന്നിധി വിട്ടുപോയി. ഇവിടെ ദൈവശബ്ദം കേട്ട് മുകളിലേക്ക് സ്തോത്രം, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രം, ഹല്ലേലൂയ. അഗ്നി നേത്രങ്ങളുള്ള, വെള്ളോട് സദൃശ്യമായ കാലോട് കൂടിയ സർവശക്തനായ കർത്താവിന്റെ ദർശനം കണ്ട് സ്തോത്രം മുകളിലേക്ക് കയറുന്ന യോഹന്നാനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികൂലം ഇല്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരി സങ്കടവും ദുഃഖവും എല്ലാം പറയാനുണ്ട്, കർത്താവിന്റെ പിൻപറ്റിയതിനു ശേഷം ഉണ്ടായ കാര്യങ്ങൾ. എന്നാൽ സ്തോത്രം അതൊന്നും തനിക്ക് വിഷയമല്ല. താൻ സ്തോത്രം വയോധികരായിട്ട് വളരെ സ്തോത്രം ക്ഷീണിതനായ സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അതിന്റെ ഒക്കെ മധ്യത്തിൽ തനിക്ക് ഒരു കാര്യമുണ്ട്, ഈ മറ്റൊരു ചാൻസ്, ഇനി രക്ഷയ്ക്ക് ഒരു ചാൻസും ഇല്ലാത്ത സാഹചര്യത്തിലാണ്. എന്നാൽ സ്തോത്രം സ്വർഗീയ ഇടപെടൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ തന്നെ ഒന്നും കൂടെ ബലപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ പറയാ? നീ ഇവിടെ കയറി വരിക. ഒരാളെ വിളിച്ചു, ദൈവം സംസാരിച്ചവന് ദൈവസ്ഥലം വിട്ടുപോയി. എന്നാൽ ദൈവസ്ഥലം അടുത്ത് വരിക. ദൈവിക ദർശനങ്ങൾ സ്തോത്രം നിനക്ക് കാണിപ്പാനുള്ളത്, നിന്നോട് സംസാരിപ്പാനുള്ളത് ഇപ്പോഴും സ്തോത്രം വരുവാനുള്ളത് ഞാൻ നിന്നെ അറിയിക്കാമെന്ന ദൈവത്തിന്റെ ദൂത് തനിക്ക് കിട്ടിയ അവിടെ ദർശനങ്ങൾ 2 പ്രാവശ്യം ദർശനം കാണുന്നു. ഒന്ന് കർത്താവിനെ, 2 സ്തോത്രം സർവശക്തനായ ദൈവത്തെ ദർശനം കാണും. 1-ലും 4-ലും നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ദൈവവചനത്തിന് വേണ്ടി ദൈവഹിതത്തിനനുസരിച്ച് സമർപ്പണത്തോടെ താഴ്ത്തുവാൻ ഇന്ന് പകരം എത്ര പേര് തീരുമാനിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം, ഞാൻ ഇനിയും ചില കാര്യങ്ങളിലൂടെ ഞാൻ പ്രിപ്പയർ ചെയ്താൽ, പക്ഷെ അത് പറയാനുള്ള സമയമില്ലല്ലോ. ഞാനൊരു ദിവസം നമ്മളെല്ലാം കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വർഷം മുഴുവൻ ഞങ്ങൾ വചനം കേട്ടു. ഹല്ലേലൂയ. പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസന്മാർ ശുശ്രൂഷ പറഞ്ഞതുപോലെ കിളച്ച് ഞങ്ങളെ വളവിട്ടതാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വളവിട്ടു പ്രതീക്ഷിച്ച ഫലം കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ
ദൈവത്തിന് ഹിതകരമാവണ്ണം ഫലം കൊടുത്ത് അങ്ങയുടെ വചനത്തിന് വേണ്ടി ചെവി ചായ്ക്കുവാൻ, അങ്ങയുടെ വചനത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സഭയെയും സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതര സഭകൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഇതര സമുദായങ്ങൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ചുറ്റുപാടുള്ളവർ എങ്ങനെ ആയിക്കൊള്ളട്ടെ, അടുത്തിരിക്കുന്ന ആരാധിക്കുന്ന ദൈവ മക്കൾ എങ്ങനെയുള്ളതായിക്കൊള്ളട്ടെ, വ്യക്തിപരമായിട്ട് ഒരു സമർപ്പണത്തിനായി ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം, ഈ പകലിൽ, ഈ മധ്യാഹ്ന സമയം നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു നാഥാന്റെ ഒരു ദൂതിന്റെ മുമ്പിൽ സ്തോത്രം ദാവീദ് തന്നെ സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നാഥാന്റെ ദൂതിന് മുമ്പിൽ ദാവീദിന് വേണേ പറയായിരുന്നു, അയ്യോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി പോയതെന്നൊക്കെ വേണേ പറയാം. പക്ഷെ ഒന്നും പറയുന്നില്ല. അയ്യോ, ആ മനുഷ്യൻ ഞാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവസത്തിലേക്ക് സമർപ്പിക്കാമോ? ആത്മാർത്ഥമായി ഹൃദയ നെഞ്ചത്ത് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, അങ്ങയുടെ വചനത്തിന് വേണ്ടി, അങ്ങയുടെ വിളിക്ക് വേണ്ടി കാതോർക്കുവാൻ എന്നെ ശക്തീകരിക്കണം. ഈ വർഷം മുഴുവൻ ദൈവത്തിന്റെ തിരുവചനത്തിന് വേണ്ടി നിൽക്കുവാൻ കൃപ നൽകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പലപ്പോഴും നമുക്ക് കഴിയാത്ത കാര്യമാണ്. പലപ്പോഴും നമ്മൾ വീഴ്ച വരാറുണ്ട്. ഈ പറയുന്ന എനിക്ക് നമുക്കെല്ലാം വരാം. എന്നാൽ എപ്പം തിരിഞ്ഞാലും ഒപ്പം നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. മനസ്സ് ഏറ്റവും ദുഷ്ടത ചെയ്തു, മനസ്സെ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ അവനെ മടക്കി വരുത്തിയെങ്കിൽ നമ്മെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തലമുറകൾക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. ഈ 2024 നമുക്കും നമ്മുടെ സഭയ്ക്കും ദൈവജനത്തിനും ഒരു റിവൈവലിന്റെ ദിവസങ്ങളായി തീരട്ടെ. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുന്നിടത്തോളം സമയം അനുവദിച്ച സഭയോടും ദൈവദാസന്മാരോടും എല്ലാം എന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ ഈ ഒരു ചെറിയ ഏരിയ മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുപോലും കടന്നു പോകാൻ എനിക്ക് പലപ്പോഴും പ്രയാസകരമായ സാഹചര്യമാണ്. എന്റെ കുഞ്ഞിനെ മാത്രം വീട്ടിലിട്ട് പോകാൻ. കാരണം മൂത്തമാൻ കുടുംബമായിട്ട് ശുശ്രൂഷയില് ഞങ്ങള് പൊമ്മനഹള്ളി എന്ന പ്രദേശത്ത് അവിടെ ഇത്ര ദൂരം വരാനും പോകാൻ ഒത്തിരി, ഒരു ദിവസം ഒന്ന് വരണമെങ്കിൽ 2.5 hours 2.5 മണിക്കൂർ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് ഒത്തിരി വരാനും പോകാനും കൂടുതൽ അതിന്റെ വൈഫും ആണ് കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്ന. അവൻ ഒറ്റയ്ക്ക് നടക്കാൻ പ്രയാസമാണ്. ചിലപ്പോൾ രണ്ടുപേരും കൂടെ നടത്തിയാൽ പോലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വളരെ വിനീതമായിട്ട് നിങ്ങളോടുള്ള സ്നേഹത്തിൽ അപേക്ഷിക്കട്ടെ. നിങ്ങൾ എന്നെയും കുടുംബത്തെ ഓർത്ത്, കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.